നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. കഥ അത് ഇനിയും എഴുതപ്പെടേണ്ടിയിരിക്കുന്നു. എല്ലാവരോടും നന്ദി മാത്രം. ക്രിസ്ത്യാനോ റൊണാൾഡോ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകളാണ്. ഒരു വിടവാങ്ങലിൻ്റെ ധ്വനിയുള്ള വാക്കുകൾ. അങ്ങനെ തന്നെയാണ് പോർച്ചുഗീസ് മാധ്യമങ്ങൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത് റെക്കോർഡൊക്കെ അങ്ങനെ തന്നെയാണ്. ക്രിസ്ത്യാനോയുടെ വാക്കുകൾ വളരെ വ്യക്തമല്ലേ? അദ്ദേഹം അൽ നസർ വിടാനുള്ള പദ്ധതിയിലല്ലേ, അദ്ദേഹം അതല്ലേ ധ്വനിപ്പിക്കുന്നത് എന്നൊക്കെ പോർച്ചുഗലുകാർ ഡിസ്കസ് ചെയ്തു തുടങ്ങി. ഫുട്ബോൾ ലോകവും അത് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ അധ്യായം ഇവിടെ അവസാനിച്ചു എന്ന് CR7 പറയുമ്പോൾ അത് ഈ സീസൺ തീർന്നതിനെ കുറിച്ചാണോ, അതല്ല അൽ നസറിൽ അദ്ദേഹത്തിൻ്റെ യാത്ര അവസാനിച്ചു എന്നതിനെ കുറിച്ചാണോ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ വ്യക്തമാവും എന്ന് തന്നെയാണ് കരുതാൻ കഴിയുക. എഡു അഗ്വയറൊക്കെ അത്തരത്തിലുള്ള സൂചനകളാണ് നൽകുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ അൽ നസർ പൊട്ടിയതോടുകൂടി AFC ചാമ്പ്യൻസ് ലീഗ് അടുത്ത സീസണിൽ കളിക്കാൻ പറ്റില്ല. CR7 ചാമ്പ്യൻസ് ലീഗ് 2 രണ്ടാം കിട ടൂർണമെന്റ് കളിക്കുന്ന ഒരു സ്ഥിതിവിശേഷം എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ നിരാശയുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രോ ലീഗിൽ ഇന്നലെ അൽ ഫത്തേഹിനോടാണ് അൽ നസർ 3-2 പൊട്ടിപ്പോയത്. ക്രിസ്ത്യാനോ റൊണാൾഡോ 42-ാമത്തെ മിനിറ്റിൽ ഗോൾ അടിച്ചുകൊണ്ട് ക്ലബ് കരിയറിലെ തൻ്റെ 800-ാമത്തെ ഗോളൊക്കെ നേടിയ ഒരു കളിയായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പിന്നാലെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. വെർഗസിലൂടെ ഫത്തേഹ് തിരിച്ചടിച്ചു. ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടാം പകുതിയിൽ മാനയിലൂടെ വീണ്ടും അൽ നസർ ലീഡെടുത്തെങ്കിലും ബറ്റ്നയിലൂടെ 81-ാമത്തെ മിനിറ്റിൽ ഫത്തേഹ് ഒപ്പം പിടിച്ചു. ഒടുവിൽ കളിയുടെ അവസാന ഘട്ടത്തിൽ ഗോൾ അടിച്ചുകൊണ്ട് ഫത്തേഹ് വിജയം സ്വന്തമാക്കുകയും ചെയ്തു. അതോടുകൂടി സംഭവിച്ചത് നോക്കുക. അൽ ഹിലാൽ ഇന്നലെ വിജയിച്ചു കയറി. 34 കളി 75 പോയിന്റ്. അൽ നസർ 34 കളി 70 പോയിന്റ് എന്ന സ്ഥിതിവിശേഷത്തിലായി. അൽ നസർ ഇപ്പോൾ AFC ചാമ്പ്യൻസ് ലീഗിന് യോഗ്യതയില്ലാത്ത സ്ഥിതിവിശേഷത്തിലുമായി. തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ നിരാശനാണ്. അദ്ദേഹം അൽ നസർ വിടാനുള്ള സാധ്യത ഇവിടെ വർദ്ധിച്ചിരിക്കുകയാണ്. അതിൻ്റെ സൂചനയാണ് ഈ വാക്കുകൾ എന്ന് തന്നെയാണ് പൊതുവെ ഫുട്ബോൾ ലോകം വിലയിരുത്തുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.